തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ചുണ്ടങ്ങാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് ശ്രദ്ധേയമാകുന്നു. നിറവ് 2024 എന്ന പേരിൽ നരവൂർ സൗത്ത് LP സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത്. സുസ്ഥിര വികസനത്തിന് NSS യുവത എന്ന ആശയം ഉന്നയിച്ചാണ് ഈ വർഷത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ചുണ്ടങ്ങാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ 7 ദിവസം നീളുന്ന സഹവാസ ക്യാമ്പിന് ശനിയാഴ്ചയോടെയാണ് നരവൂർ സൗത്ത് LP സ്കൂളിൽ തുടക്കമായത്. സുസ്ഥിര വികസനത്തിന് NSS യുവത എന്ന ആശയത്തോടെയാണ് ഈ വർഷത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്കൂളിലെ 49 NSS വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കാളികളായിരിക്കുന്നത്. ക്യാമ്പിന്റെ 1ഉം 2ഉം ദിവസം വിവിധ വിഷയങ്ങൾ സംബന്ധിച്ചുള്ള ക്ലാസുകളും 3ആം ദിവസമായ തിങ്കളാഴ്ച സുഹൃത കേരളം, ശുചീകരണ പ്രവർത്തനം, ഗ്രൂപ്പ് ഡൈനാമിക്സ് ആൻഡ് ലീഡർഷിപ്പ്, സുസ്ഥിര ജീവിതശൈലി എന്നിവ സംബന്ധിച്ചുള്ള ക്ലാസുകൾ നടന്നു. ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി NSS പ്രോഗ്രാം ഓഫീസർ N. ബിനുഷ ഭായിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ സ്കൂളിന് സമീപത്തെ അങ്കണവാടിയും വായനശാലയും ശുചീകരിക്കുകയും വിവിധ തരത്തിലുള്ള ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. കൂടാതെ സ്കൂളിൽ വിദ്യാർത്ഥികളുടെ കൂട്ടായ പ്രയത്നത്തിൽ മൺവീട് നിർമ്മാണവും നടന്നു. ക്യാമ്പിലേക്കുള്ള ഭക്ഷണം പാകം ചെയ്യുന്നതൊക്കെ തന്നെ വിദ്യാർത്ഥികൾ തന്നെയാണ്. വേറിട്ട പ്രവർത്തനങ്ങൾ കൊണ്ട് വ്യത്യസ്തമായി തീർന്നിരിക്കുകയാണ് ഈ വർഷത്തെ സപ്തദിന സഹവാസ ക്യാമ്പെന്നും എല്ലാ പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികൾ തങ്ങളുടെ കഴിവിനപ്പുറം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും NSS പ്രോഗ്രാം ഓഫീസറും അധ്യാപികയുമായ N. ബിനുഷ ഭായ് പറഞ്ഞു. ഇപ്പോൾ പല പ്രവർത്തനങ്ങളും കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളുണ്ട്, ക്ലാസ്സുകൾ, ഓറിയൻറ്റേഷൻ ക്ലാസ്സുകളുണ്ട്, അങ്ങനെ പല വർക്കുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മെയിൻ ഒരു പ്രധാനപ്പെട്ട പരിപാടി തദ്ദേശീയം മൺവീട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സ്കൂളിൽ തന്നെ ഒരു മൺവീട് NSSൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ കൊണ്ട് ചളി കുഴച്ച് പണ്ടത്തെ സംസ്കാരത്തിൻ്റെ മഹാത്മ്യം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി, തനത് പരിപാടി. ഇത് ഈ വർഷം നമ്മൾ സംഘടിപ്പിക്കുന്നത് മൺവീട് നിർമ്മാണമാണ്. അതവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വേറൊരു ഗ്രൂപ്പ്, 2 ഗ്രൂപ്പുകൾ അടുത്തൊരു അങ്കനവാടി, അവിടെ പരിസരമൊക്കെ ശുചിയാക്കി ഒരു ഫലവൃക്ഷം നട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മോഡിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് മോടി പിടിപ്പിക്കാൻ വേണ്ടി കുറേ പൂച്ചട്ടികൾ, മണ്ണ് നിറച്ച് പൂച്ചട്ടികൾ ഒരുക്കി പുറകിലൊക്കെ വൃത്തിയാക്കി, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, ഈ 2 പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ 2 പ്രധാന പരിപാടികൾ. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഗ്രൂപ്പ് ഡൈനാമിക്സിൻ്റെയും പിന്നെ സുസ്ഥിര ജീവിതശൈലിയുടെ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ 3ആം ദിവസമായി ഇന്ന് വളരെ ഊർജ്ജസ്വലരായിട്ടുള്ള കുട്ടികൾ ഓരോരുത്തരും തന്നെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. സ്കൂൾ അധികൃതരായാലും നാട്ടുകാരായാലും വളരെ സന്മനസ്സോടുകൂടി സഹായവുമായിട്ട് മുന്നിട്ടുണ്ട്. ആത്മധൈര്യവും ഉല്ലാസവും അറിവും ഒരുപോലെ ലഭ്യമാകുന്നതാണ് ഈ ക്യാമ്പെന്നും സപ്തദിന സഹവാസ ക്യാമ്പിൽ പങ്കാളിയാകാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ലീഡർമാരായ ആദിത്യ പ്രകാശും K. ആദിത്യയും പറഞ്ഞു. ക്യാമ്പ് മുമ്പ് വേറെ ലീഡേഴ്സ് ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് YIP ലിറ്ററേച്ചേഴ്സ് അങ്ങനത്തെ കുറച്ചിന്. അപ്പോൾ ഇത് വെച്ച് നോക്കിയാൽ നല്ല ക്യാമ്പാ. അത്രേനെ ഇഷ്ടമായിന്. ചിലവഴിക്കാൻ പറ്റുന്നുണ്ട്. ഫോൺ യൂസേജ് കുറയ്ക്കാൻ പറ്റും. ക്യാമ്പ് കൊണ്ട് ഇപ്പോൾ കോൺഫിഡൻസ് കിട്ടി കുറേ ക്ലാസ് വഴി. ഇപ്പോൾ മറ്റുള്ളവരൊരു കണ്ണിലൊക്കെ സംസാരിക്കാൻ ആദ്യം പേടിയുണ്ട്. ഇപ്പോൾ ക്ലാസ് കിട്ടിയതുകൊണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല, പറ്റുന്നുണ്ട് സംസാരിക്കാൻ. ലീഡേഴ്സ് ക്യാമ്പിന് പോയ ദിവസം 3 ദിവസം മാറി നിന്നിട്ടുണ്ട്. ഇത് കൂടുതൽ ദിവസം. ഇന്നലത്തെ ക്ലാസ്സെല്ലാം സൂപ്പറായിരുന്നു. അപ്പോൾ വേദിയിൽ നിന്ന് ഒരു അഭിമുഖീകരിക്കാൻ ഒരു വേദി ഫുള്ളായിട്ട് കണ്ണിലൊക്കെ സംസാരിക്കാനെല്ലാം നല്ല പഠിച്ചു എല്ലാവരും. ഡിസംബർ 21 ആരംഭിച്ച ക്യാമ്പ് 27 സമാപിക്കും. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് 100 കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി.